Good evening. Sir. Yes. Second year first chapter electrostatics എന്ന് പറയുന്ന ബ്രാഞ്ചിലെ ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. വിക്ടേഴ്സ് ചാനലില് ഇന്നും ക്ലാസ് ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നും ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ എടുത്ത ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യ പാർട്ടില് നമ്മൾ രണ്ട് തരത്തിലുള്ള ചാർജുകൾ ഉണ്ട് എന്ന് പറഞ്ഞ ആള് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. പിന്നീട് നമ്മൾ ആ ചാർജുകൾ ഉണ്ടാവാനുള്ള വഴി ഫ്രിക്ഷൻ, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ, മൂന്ന് വഴി. ഫ്രിക്ഷൻ വഴി എങ്ങനെയാണ് ചാർജ് കൊടുക്കുക, കണ്ടക്ഷൻ വഴി എങ്ങനെയാണ്, ഇൻഡക്ഷൻ വഴി എങ്ങനെയാണ്, മൂന്ന് മെത്തേഡ്സ് ഓഫ് ചാർജിങ് പറഞ്ഞു. ചാർജിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്. ഒന്ന്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഒരു വസ്തുവിന് പോസിബിൾ ആയ ചാർജ് ഫണ്ടമെന്റൽ ഇലക്ട്രോൺ ചാർജിന്റെ ഇന്റിജർ ആയ മൾട്ടിപ്പിൾ ആയിരിക്കും. Q is equal to plus or minus NE. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10 raised to minus 19 കൂളും. അതിന്റെ 1 times, 2 times, 3 times, etc. n times, where n is an integer. അങ്ങനെയായിരിക്കും ഒരു വസ്തുവിനെ അക്വയർ ചെയ്യാൻ പറ്റുന്ന ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് Q is equal to plus or minus NE. ഒരു കൂളോം ചാർജില് 6.25 into 10 raised to 18 ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ചാർജുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ലൈക്ക് ചാർജസ് റിപ്പൾ, അൺലൈക്ക് ചാർജസ് റിപ്പൾ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് പറഞ്ഞു. ചാർജ് കൺസർവേഷൻ പറഞ്ഞു. ചാർജ് സ്കെലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സാധാരണ കൂട്ടുന്ന പോലെ അഡിക്റ്റീവ് നേച്ചർ ആണ്, കൂട്ടാം. പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. എന്തായാലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം Q is equal to plus or minus ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇൻഡക്ഷൻ എന്താന്ന് പറഞ്ഞിരുന്നത്? എന്താ ഇൻഡക്ഷൻ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യാം. ഒരു ചാർജുള്ള വസ്തു തൊട്ടടുത്ത് വേറൊരു വസ്തുവിനെ വെച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഇൻഡക്ഷൻ. ഒരു ചാർജുള്ള വസ്തുവിനായിട്ട് ടച്ച് ചെയ്താൽ മറ്റേ വസ്തുവിലേക്ക് അതേ ചാർജ് ഒഴുകും. അതാണ് കണ്ടക്ഷൻ. അപ്പൊ ഈ രണ്ട് വഴികളും നമ്മൾ പറഞ്ഞു. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. ചാർജുകളുള്ള വസ്തുക്കൾ തമ്മിലാണ് അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ ഉണ്ടാവുള്ളൂ. പോസിറ്റീവും പോസിറ്റീവും റിപ്പൾ ചെയ്യും, നെഗറ്റീവും നെഗറ്റീവും റിപ്പൾ ചെയ്യും. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കണ്ടാൽ അട്രാക്ട് ചെയ്യും. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യം, നല്ല റഫായിട്ടുള്ള തലമുടിയില് എണ്ണയൊന്നും തേക്കാത്ത ഭയങ്കര ജട പിടിച്ച പോലത്തെ മുടിയില് ഒരു ചീർപ്പ് ഉപയോഗിച്ച് ചീന്തി കഴിഞ്ഞാൽ ആ ചീർപ്പ് ചെറിയ പേപ്പറിന്റെ അടുത്ത് കാണിച്ചാൽ, ചെറിയ പേപ്പറിന്റെ കഷ്ണങ്ങളുടെ അടുത്ത് കാണിച്ചാൽ ആ പേപ്പറിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. നന്നായിട്ട് കുറെ പ്രാവശ്യം ചീന്തിയിട്ട് ആ ചീർപ്പെടുത്ത് പേപ്പറിന്റെ അടുത്ത് കാണിച്ചാൽ പേപ്പർ ഇങ്ങനെ പൊന്തും. എന്താ പേപ്പർ പൊന്താൻ കാരണം? ചീർപ്പിന് നേരത്തെ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ നടന്നു. ഫ്രിക്ഷൻ നടന്നാൽ ഇലക്ട്രോൺസ് കിട്ടുകയോ പോവുകയോ ചെയ്യാം. ചീർപ്പും മുടിയും തമ്മിൽ ഉരച്ചപ്പോൾ ചീർപ്പിൽ നിന്ന് മുടിയിലേക്ക് ഇലക്ട്രോൺസ് പോയി. അപ്പൊ ചീർപ്പിന് പോസിറ്റീവ് ചാർജായി. പോസിറ്റീവ് ചാർജ് ആയിരുന്ന ചീർപ്പ് പേപ്പറിന്റെ കഷ്ണം അവിടെ വെറുതെ കിടക്കുക, പേപ്പറിനായിട്ട് ആരും അരച്ചിട്ടില്ല. പേപ്പറിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ പേപ്പറിന് ചാർജ് ഒന്നുമില്ല. പിന്നെന്താ പേപ്പറിനെ അട്രാക്ട് ചെയ്യാൻ കാരണം? നിങ്ങൾക്ക് ആലോചിക്കാം. ചീർപ്പ് മുടിയുമായി ഉരച്ചപ്പോൾ ഇലക്ട്രോൺസ് മുടിയിലേക്ക് കയറിപ്പോയി, ചീർപ്പിന് പോസിറ്റീവ് ചാർജായി. ഇങ്ങനെ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കൊമ്പ് ചാർജ് ഒന്നും ഇല്ലാതിരുന്ന പേപ്പറിന്റെ അടുത്ത് കാണിച്ചപ്പോൾ എന്താണ് പേപ്പർ അട്രാക്ട് ചെയ്യാൻ കാരണം? ചാർജ് ഇല്ലാത്ത പേപ്പറിനെ പോസിറ്റീവ് ചാർജ് ആക്കപ്പെട്ട കോമ്പ് എന്തുകൊണ്ട് അട്രാക്ട് ചെയ്തു? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവിടെയാണ് നേരത്തെ പറഞ്ഞ ഇൻഡക്ഷൻ. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള കോമ്പ് ഈ പേപ്പറിന്റെ അടുത്തേക്ക് വന്നപ്പോ പേപ്പറിന്റെ നിയർ ഫേസിൽ, ചീർപ്പുമായി കാണുന്ന മുഖത്ത്, ചീർപ്പിനോട് അടുത്തിരിക്കുന്ന ഫേസ് ഓഫ് ദ പേപ്പറിൽ നെഗറ്റീവ് ചാർജ് ഈക്വൽ ആയി ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. ചീർപ്പിന് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈക്വൽ നെഗറ്റീവ് ചാർജ് ഈ പേപ്പറിന്റെ ചീർപ്പുമായി അടുത്തു വരുന്ന വശത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും ആ ഇൻഡക്ഷൻ വഴി
ഒപ്പോസിറ്റ് ചാർജ് ഉണ്ടായി. ഈ ഒപ്പോസിറ്റ് ചാർജിനെയാണ് ആര് അട്രാക്ട് ചെയ്തത്? പോസിറ്റീവ് ചാർജുള്ള കോമ്പ് അട്രാക്ട് ചെയ്തത്. അപ്പൊ പേപ്പറിന് ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ചാർജഡ് ആയിട്ടുള്ള കോമ്പ് അടുത്ത് വന്നപ്പോൾ ഒപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും അതുകൊണ്ട് ഒപ്പോസിറ്റ് ചാർജിനെ അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്തത് കൊണ്ടാണ് ചീർപ്പിന് പേപ്പറിന്റെ കഷ്ണത്തിനെ ആകർഷിക്കാൻ കഴിഞ്ഞത്. ഓർമ്മയിൽ വെക്കുക, ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനെ മുടി ചീന്തിയിട്ട് ആ ചീർപ്പിന് ചാർജ് ഒന്നും ഇല്ലാത്ത പേപ്പറിനെ അട്രാക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇൻഡക്ഷൻ എന്നുള്ള പോയിന്റ് എഴുതുക. ഈ ചാർജ് നേരെ ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ് പേപ്പറിൽ ഇൻഡ്യൂസ് ചെയ്യും, പ്രേരിപ്പിക്കും, എന്നിട്ട് അതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചാർജസ് റിപ്പൾ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. അപ്പോഴാണ് നമ്മൾ കുളൂംബ്സ് ലോയിലേക്ക് വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഏരിയ, ഫോക്കസ് ഏരിയയിലൊക്കെ പെടുന്നത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നിയമം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ 2 നിയമങ്ങൾ പഠിക്കുന്നതിൽ ആദ്യത്തെ നിയമം കുളൂംബ്സ് ലോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിരിക്കും. എന്തിനാണ് കുളൂംബ്സ് ലോ? നേരത്തെ പറഞ്ഞ കാര്യത്തിനാണ്. എന്താണ് ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ്? അട്രാക്ഷൻ ആയിക്കോട്ടെ, റിപ്പൾഷൻ ആയിക്കോട്ടെ, ആ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യുകയാണ് കുളൂംബ്. കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഐസക് ന്യൂട്ടൺ ഡിഫൈൻ ചെയ്തു, അല്ലെ? ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. The gravitational force is directly proportional to the product of the masses of the bodies and inversely proportional to the square of distance between the bodies എന്ന് പറഞ്ഞാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങിയത്. 2 ബോഡികൾ അവർക്കിടയ്ക്കുള്ള മാസ് കാരണം ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ ന്യൂട്ടന്റെ ലോയിൽ നിന്ന് നമ്മൾ കണ്ടെത്തി. ഇതുപോലെ 2 ചാർജ് ഉള്ള വസ്തുക്കൾക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ആ ഫോഴ്സിനെ വിളിക്കുക ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ആ ചാർജുകൾ ഇപ്പൊ മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്റ്റാറ്റിക് ആണ്. ചാർജുകൾ ഉള്ളത് കൊണ്ട് അതിനെ ഇലക്ട്രിക് എന്ന് വിളിക്കാം. അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്, അതിനെ കണ്ടെത്താനുള്ള നിയമമാണ് നിങ്ങൾ ഈ വർഷം ആദ്യം പഠിക്കുന്ന ലോ, കുളൂംബ്സ് ലോ. ചാർജിന്റെ SI യൂണിറ്റ് ആണ് കുളൂംബ്, അദ്ദേഹത്തിന്റെ പേരിലാണ് കിടക്കുന്നത്. അപ്പൊ എന്താണ് കുളൂംബ്സ് ലോ? ശ്രദ്ധിക്കാം. 2 ചാർജുകൾ നമ്മളുണ്ട്. ചാർജിനെ നമ്മൾ സാധാരണ കാണിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ Q അല്ലെങ്കിൽ സ്മോൾ q. ഞാൻ ഇപ്പോൾ തൽക്കാലം Q എന്നുള്ള സ്മോൾ ലെറ്ററിൽ ഞാൻ കാണിക്കുന്നു. അപ്പൊ Q1 എന്ന് പറയുന്ന ഒരു ചാർജും Q2 എന്ന് പറയുന്ന ഒരു ചാർജും തൽക്കാലം ആ 2 പോയിന്റ് ചാർജുകളാണ്. വലുപ്പം ഇല്ലാത്ത പോയിന്റിലിരിക്കുന്ന ചാർജുകളാണ്. വലുപ്പം വളരെ കുറയുമ്പോഴാണല്ലോ നമ്മൾ പോയിന്റ് എന്ന് പറയാം. അപ്പൊ Q1ഉം Q2ഉം 2 പോയിന്റ് ചാർജുകളാണ്. അവരെന്താണ്? ചലിക്കുന്നില്ല. ദേ ആർ സ്റ്റേഷനറി ചാർജുകളാണ്. 2 പോയിന്റ് സ്റ്റേഷനറി ചാർജസ് ആണ് Q1ഉം Q2. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് R. കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിൽ പഠിക്കുമ്പോൾ M1 M2 2 മാസുകളും അവർക്കിടയ്ക്കുള്ള ദൂരവും കാണിച്ച പോലെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ച അതേ വഴിയിൽ തന്നെയാണ് കുളൂംബ്സ് ലോ 2 ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സിനെയും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ Q1ഉം Q2ഉം 2 സ്റ്റേഷനറി ആയിട്ടുള്ള പോയിന്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് R. അങ്ങനെയാണെങ്കിൽ കുളൂംബ്സ് ലോ പറയുന്നത് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ഈ ചാർജുകൾക്കിടയ്ക്ക് ഫോഴ്സ് അട്രാക്ഷൻ ആവാം, റിപ്പൾഷൻ ആവാം. ലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൾ ചെയ്യും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ്. അപ്പൊ ആ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ്. Q1 into Q2 പ്രൊപ്പോർഷണൽ ആണ്. And inversely proportional to the square of distance between the 2 charges, just like law of gravitation. 2 ചാർജുകളുടെ പ്രൊഡക്റ്റിന് പ്രൊപ്പോർഷണൽ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അവർക്കിടയ്ക്കുള്ള ദൂരം കൂടുമ്പോൾ ആ ഫോഴ്സ് കുറയും. എങ്ങനെ കുറയും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. 1/r² പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പോലെ കുളൂംബ്സ് ലോയും ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അതായത് 1/r² പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. ദൂരം കൂടുമ്പോൾ അതിന്റെ സ്ക്വയറിനനുസരിച്ച് ഫോഴ്സ് കുറഞ്ഞ് വരും. അപ്പൊ ഒന്നും കൂടി നമുക്ക് കുളൂംബ്സ് ലോ സ്റ്റേറ്റ് ചെയ്യാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേഷനറി ഫോഴ്സ് ആണ്. 2 ചാർജുകളും സ്റ്റേഷനറി ചാർജുകളാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the product of the charges and inversely proportional the square of the distance between the statement by heart. ഇപ്പൊ തന്നെയാണ് പഠിച്ചേക്കുക. ഇനി നമുക്കതിനെ നല്ല മാത്തമാറ്റിക്കൽ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ Q1ഉം Q2 ആണ് 2 ചാർജുകൾ. R ആണ് അവർക്ക് ഇടയ്ക്കുള്ള ദൂരം.
So F is proportional to Q1 into Q2, product of the charges. F is inversely proportional to R square. So F is proportional to 1 by R square. Inversely proportional to 1 by R square proportional. The രണ്ടും കൂടി ഞാൻ ചേർത്തു. So F is proportional to Q1 Q2 by R square. ഈ Q1 ഉം Q2 ഈ R square ചേർത്ത് വെച്ചു. So F is proportional to Q1 Q2 by R square. നിങ്ങൾക്കറിയാം പ്രൊപ്പോർഷണാലിറ്റിയെ ഇക്വാലിറ്റി ആക്കാൻ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. പ്രൊപ്പോർഷണാലിറ്റിയെ ഇക്വാലിറ്റി ആക്കാൻ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. സോ എഫ് ഈസ് ഈക്വൽ ടു എന്ന് ഞാൻ എഴുതി, ഒപ്പം ഒരു കോൺസ്റ്റന്റിനെ അവിടെ കൊണ്ടുവന്നു കെ. സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 by R square. ആരാണ് Q1 ഉം Q2? രണ്ട് ചാർജുകൾ, അവരുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. R എന്ന് പറഞ്ഞാൽ അവർക്കിടയ്ക്കുള്ള ദൂരമാണ്. സോ എഫ് ഇസ് ഈക്വൽ ടു Q1 K ഇൻറ്റു Q1 Q2 by R square, where K is a constant. ഇനി കുളൂംബ് ഈ കോൺസ്റ്റന്റിനെ കുറിച്ച് പറയാൻ. ആരാണ് ആ കോൺസ്റ്റന്റ്? അത് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഈ കെന്റെ വാല്യൂ, ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ്. ഒന്ന് യൂണിറ്റ് സിസ്റ്റം, രണ്ട് മീഡിയം ഇൻ വിച്ച് ദ ചാർജസ് ആർ പ്ലേസ്ഡ്. Q1 ഉം Q2 ഉം ഇരിക്കുന്ന മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അവർ എയറിലാണോ, വാട്ടറിലാണോ, അതോ ഇവർക്ക് ഇടയ്ക്ക് മണ്ണെണ്ണയാണോ, അതോ ഗ്ലിസറിനാണോ, ഏതെങ്കിലും മീഡിയ ആണോ? അപ്പൊ Q1 ഉം Q2 ഉം ഇരിക്കുന്ന മീഡിയം അവർക്കിടയ്ക്കുള്ള സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തെ ആദ്യം പറഞ്ഞ പോലെ യൂണിറ്റ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ SI സിസ്റ്റം മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സും കറന്റ് ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കുമ്പോൾ CGS സിസ്റ്റത്തിലല്ല നമ്മളൊന്നും ചെയ്യുക. അതാണ് കഴിഞ്ഞ വർഷം പഠിച്ച SI സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും യൂണിറ്റ് ഉള്ള ഒരേ ഒരു യൂണിറ്റ് സിസ്റ്റം SI സിസ്റ്റം ആണ്. CGS സിസ്റ്റത്തിനോ FPS സിസ്റ്റത്തിനോ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും ഉൾക്കൊള്ളാനാവില്ല, അവർക്ക് യൂണിറ്റ് ഇല്ല. അപ്പൊ SI സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻ SI സിസ്റ്റം. ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ മീഡിയം എയർ ആണെന്ന് കരുതുക, വായു ആണെന്ന് കരുതുക, അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെന്ന് കരുതുക. ഫ്രീ സ്പേസ്, വാക്വം, പ്രാക്ടിക്കലി എയർ, ഒന്നുമില്ലാത്ത അവസ്ഥ, അതിനെയാണ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം എന്ന് പറയാം, ശൂന്യത. ഇനി എയർ അവിടെ ഉണ്ടെങ്കിൽ കൂടി, Q1 നും Q2 നും ഇടയ്ക്കുള്ള സ്ഥലത്ത് എയർ ആണെങ്കിൽ കൂടി നമ്മളൊക്കെ എടുക്കുന്ന വാല്യൂ SI സിസ്റ്റത്തില് കെന്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 4πε0. 1 ഉം 4π ഒക്കെ നിങ്ങൾക്ക് പരിചയമുണ്ട്. പുതിയൊരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ε0, ε0. ഇതിനെ വായിക്കുക എന്താണ്? എപ്സിലോൺ എന്ന് വായിക്കുക. ആൽഫ, ബീറ്റ, തീറ്റ, ഈറ്റ, മ്യൂ, ഗാമ, ഒമേഗ, സിഗ്മ, റോ, ഇങ്ങനെയൊക്കെയുള്ള അക്ഷരങ്ങൾ നിങ്ങൾക്കറിയാം. ആ കൂട്ടത്തിൽ വരുന്ന അക്ഷരമാണ് എപ്സിലോൺ. ഏതാണ്ട് കണ്ടാൽ ഇ എന്ന് എഴുതിയ പോലെ ഉണ്ടാവും. ക്യാപിറ്റൽ ഇ എന്നൊക്കെ എഴുതിയ പോലെ തോന്നുന്ന, എന്നാൽ ഇ ഒന്നും അല്ല, വായിക്കേണ്ടത് എപ്സിലോൺ. അടിയിൽ ഒരു മുറുക്കട്ടുണ്ട്, 0 എന്നിട്ടുണ്ട്, ε0 എന്ന് വായിക്കുക. ആ ε0നെ വിളിക്കുന്ന പേര് ഇലക്ട്രിക്കൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി, പെർമിറ്റിയ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിറ്റിയ എന്ന് പറഞ്ഞാൽ എന്താ? കടത്തിവിടുക, പെർമിറ്റ് കൊടുക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ? മണ്ണെണ്ണയുടെ പെർമിറ്റ്, ഇലക്ട്രിസിറ്റിയുടെ പെർമിറ്റ്, ഫോണിനുള്ള പെർമിറ്റ്. പെർമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കുക, അനുവദിക്കുക, കടന്നു പോകാൻ അനുവദിക്കുക. ആരെ കടന്നു പോകാൻ അനുവദിക്കുന്നത്? ഇലക്ട്രിക് ഫോഴ്സിനെ കടന്നു പോകാൻ അനുവദിക്കുക, ഇലക്ട്രിക് ഫീൽഡിനെ കടന്നു പോകാൻ അനുവദിക്കുക. അത് കൂടുതലായി ഞാൻ വരുന്ന ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ തൽക്കാലം പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നിനെ കടത്തിവിടാനുള്ള കഴിവാണ്. ആ ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് ആരുടെയാണ്? ഫ്രീ സ്പേസിന്റെ. ഫ്രീ സ്പേസ് ആണെങ്കിലാണ് ε0 കൊടുക്കേണ്ടത്. അതെപ്പോഴും കൊടുക്കുക SI സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. അപ്പോ കെന്റെ വാല്യൂ ഫ്രീ സ്പേസിൽ SI സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ 1/4πε0 ആണ്. ε0 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന്റെ വാല്യൂ ഓർമ്മിക്കൂ, 8.85 × 10⁻⁻12. ε0ന്റെ വാല്യൂ 8.85 × 10⁻⁻12. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളൂം ⁻². അതെങ്ങനെ കിട്ടുക നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. എന്താണെങ്കിലും ഇപ്പൊ തൽക്കാലം വാല്യൂ ഓർമ്മിക്കും. അപ്പോ ഈ സാധനം കൊടുത്താൽ therefore F എയർ, രണ്ട് ചാർജുകൾ Q1 ഉം Q2 ഉം എയറിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വാക്വത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്കിടയ്ക്കുള്ള ഫോഴ്സ്, അതാണ് ഞാൻ പ്രത്യേകം എഴുതിയത്. F എയർ ഫ്രീ സ്പേസിലാണെങ്കിൽ, എയറിലാണെങ്കിൽ 1/4πε0 Q1 Q2 by R². K എന്ന് എഴുതി കൊടുത്ത് 1/4πε0 എന്ന് കൊടുത്തു. ഈ ε0ന്റെ വാല്യൂ 8.85 × 10⁻⁻12 ആണ്. അത് ഇവിടെ കൊടുത്താൽ, ഈ ε0ന്റെ സ്ഥാനത്ത് ഈ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഈ 1/4πε0 സിമ്പിൾ ആവും. പ്രോബ്ലം ചെയ്യുമ്പോൾ
1/4 എപ്സിലോൺ സീറോന്റെ വില 9 into 10⁻⁹ ആണ്. അതായത് 1 divided by 4π into 8.85 into 10⁻⁻12 ഇവിടെ എപ്സിലോൺ സീറോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ ഉത്തരം കിട്ടുക 9 into 10⁻⁹ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എഫ് എയർ. എന്താ എഫ് എയർ എന്ന് എഴുതിയ അർത്ഥം? Q1 ഉം Q2 ഉം എയറിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഇടയിലൊക്കെയുള്ള സ്ഥലം എയർ ആണെങ്കിൽ, ഫ്രീ സ്പേസ് ആണെങ്കിൽ എന്താ വാല്യൂ? 9 into 10⁻⁹ എന്ന് എഴുതാം. ഈ 1/4 എപ്സിലോൺ സീറോ എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിന്റെ സ്ഥലത്ത്. ബാക്കി ഉണ്ടാവുക അവരുടെ ചാർജുകൾ Q1 into Q2 by r². പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് നമ്മളുടെ തുടക്കം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഫ്രീ സ്പേസ്, വാക്വം ഓർ എയർ, Q1 and Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകൾ അവിടെ ഇരിക്കുകയാണ്. അവർക്കിടയ്ക്കുള്ള ദൂരം r ആണ്. ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർ മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി ചാർജസ് ആണ്. അവർ പോയിന്റ് ചാർജസ് ആണ്. അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് r ആണ് എങ്കിൽ അവർക്കിടയ്ക്ക് അനുഭവപ്പെടുന്ന, നേരത്തെ പറഞ്ഞ എന്താണ്, ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ്, എങ്ങനെ പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് അട്രാക്ഷനും ആവാം, റിപ്പൾഷനും ആവാം. എപ്പോഴും അട്രാക്ഷൻ ആവുക? Q1 ഉം Q2 പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ ആണ്. Q1 ഉം Q2 നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൾഷൻ ആണ്. Q1 പോസിറ്റീവും Q2 നെഗറ്റീവും, അല്ലെങ്കിൽ Q2 പോസിറ്റീവും Q1 നെഗറ്റീവും, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ വരും. അപ്പൊ അട്രാക്ഷൻ ആണെങ്കിലും റിപ്പൾഷൻ ആണെങ്കിലും ആ ഫോഴ്സിന്റെ വില മാഗ്നറ്റ്യൂഡ് ആണ് ഞാൻ എഴുതിയത്. 9 into 10⁻⁹ into Q1 Q2 by r². ശരിക്കും എഴുതിയാൽ 1/4 എപ്സിലോൺ സീറോ into Q1 Q2 by r². ഇതിൽ ഈ ഭാഗം 1/4 എപ്സിലോൺ സീറോ കിട്ടാൻ കാരണം ഫ്രീ സ്പേസ് ആയതുകൊണ്ടാണ്, SI സിസ്റ്റം ഉപയോഗിച്ചത് കൊണ്ടാണ്. രണ്ട് കണ്ടീഷൻസ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ, ഇവിടെ പറഞ്ഞ k ന്റെ വാല്യൂ രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന്, യൂണിറ്റ് സിസ്റ്റം, അത് SI സിസ്റ്റം അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. രണ്ട്, ഏത് മീഡിയം. ഇപ്പൊ പറഞ്ഞ മീഡിയം എയർ ആണ് അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. അപ്പോഴാണ് ഈ 1/4 എപ്സിലോൺ സീറോ എന്ന വാല്യൂ വന്നത്. അതിൽ എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന്റെ വാല്യൂ 8.85 into 10⁻12 കൊടുക്കുമ്പോൾ ആ 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ 9 into 10⁻9 ആവുകയും ഫോഴ്സിന്റെ എക്സ്പ്രഷൻ 1/4 എപ്സിലോൺ സീറോ Q1 Q2 by r² എന്നുള്ളത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ 9 into 10⁻9 into Q1 Q2 by r² എന്ന് എഴുതാൻ സാധിക്കുകയും ചെയ്യും. പോയിന്റ് മനസ്സിലായി എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ആ മീഡിയം, അപ്പോ എന്താണ് ഒന്നുകൂടി സ്റ്റേറ്റ് ചെയ്യാം. കുളൂംസ് ലോ ആദ്യം പഠിക്കുന്ന നിയമം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ബൈഹാർട്ട്. The electrostatic force of attraction or repulsion between 2 point charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them എന്ന് സ്റ്റേറ്റ് ചെയ്തു. ഒരു ചിത്രം വരച്ചു, അത് മാത്തമാറ്റിക്കൽ ആയിട്ട് ഇങ്ങനെ എഴുതി, അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവന്നു. ആ കോൺസ്റ്റന്റ് ഫ്രീ സ്പേസിൽ SI സിസ്റ്റത്തിലാണെങ്കിൽ 1/4 എപ്സിലോൺ സീറോ എന്ന് എഴുതി. എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ വാല്യൂ 8.85 into 10⁻12 ആണെന്ന് നമ്മൾ ബൈഹാർട്ട് പഠിക്കണം. അങ്ങനെ വരുമ്പോൾ എഫ് എയറിൽ ഇരിക്കുമ്പോഴുള്ള ഫോഴ്സ് 1/4 എപ്സിലോൺ സീറോ Q1 Q2 by r² ആണ്. ഈ 1/4 എപ്സിലോൺ സീറോന്റെ വാല്യൂ 9 into 10⁻9 കൊടുക്കാം പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇനി ഏത് മീഡിയ ആണെങ്കിലും, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫ്രീ സ്പേസിന് മാത്രം. ഇനി ഏത് മീഡിയ ആണെങ്കിലും, മീഡിയം വെള്ളമായിക്കോട്ടെ, ഇതിന്റെ ഇടയിലുള്ള സ്ഥലത്ത് വെള്ളമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മീഡിയം വരുമ്പോ നമ്മൾ K is equal to, വീണ്ടും SI സിസ്റ്റം തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ, CGS ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എനി മീഡിയം ദാറ്റ് കോൺസ്റ്റന്റ്, ഇവിടെ പറഞ്ഞ കോൺസ്റ്റന്റ് K is equal to 1 divided by 4π ഒക്കെ അതേപോലെ തന്നെ എപ്സിലോൺ സീറോ എന്ന് എഴുതുന്നതിന് പകരം എപ്സിലോൺ എഴുതുക. എപ്സിലോൺ സീറോന് പകരം എപ്സിലോൺ എഴുതി. ആരായിരിക്കും എപ്സിലോൺ? എപ്സിലോൺ ഈസ് പെർമിറ്റിവിറ്റി. നേരത്തെ പറഞ്ഞ പെർമിറ്റിവിറ്റി തന്നെ. ആരുടെ? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ഏത് മീഡിയ ആണോ അവിടെ ഉള്ളത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ. അത് ഫ്രീ സ്പേസ് ആണെങ്കിൽ എപ്സിലോൺ സീറോ എന്ന് എഴുതും. എപ്സിലോൺ സീറോന്റെ വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ 1/4 എപ്സിലോൺ സീറോ 9 into 10⁻9 ആവും. ഇനി വേറെ ഏതെങ്കിലും മീഡിയ ആണെങ്കിൽ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ. നമുക്ക് ഒരു മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി തരില്ല, പകരം ഒരു മീഡിയത്തിന്റെ വേറൊരു സാധനം വരും. ആ സാധനത്തിനെ ഞാൻ പറയാം. ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതാണ് ഒരു മീഡിയത്തിന്റെ തരിക, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓർ വേറൊരു വാക്കും കൂടി പറയും, ശ്രദ്ധിക്കുക, പുതിയൊരു വാക്ക് നമ്മൾ കൊണ്ടുവരാം. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇങ്ങനെ ഒരു വാക്ക് വരും. ഇതിന് ഉപയോഗിക്കുന്ന അക്ഷരം എപ്സിലോൺ r എന്ന് പറയാം. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്? റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാക്ക്
കേൾക്കുമ്പോൾ തന്നെ ഒന്ന് നിങ്ങൾ ബന്ധു എന്നറിയാം. റിലേറ്റീവിന്റെ അർത്ഥം എന്താ? ബന്ധുവാണ്, ബന്ധുത്വം പറയാൻ, ആരേനായിട്ട് ഒരാളായിട്ട് കണക്ഷൻ പറയാൻ. അങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? നോ ഡയമെൻഷൻ ഫോർമുല, നോ യൂണിറ്റ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ വസ്തുവിന്റെ ഡെൻസിറ്റിയെ വെള്ളത്തിന്റെ ഡെൻസിറ്റിയുമായി നമ്മൾ റേഷ്യോ എടുത്തു, കമ്പയർ ചെയ്തു. അപ്പോഴാണ് റിലേറ്റീവ് ഡെൻസിറ്റി പറഞ്ഞത്. ഇതേപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, തന്നിട്ടുള്ള മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റേഷ്യോ എടുക്കുകയാണ്. ആരായിട്ട്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇവിടെ ഫ്രീ സ്പേസിനായിട്ടാണ് ഒക്കെ കമ്പാരിസൺ. ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. സോ എപ്സിലോൺ ആർ ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, അത് എപ്സിലോൺ ആണ്, ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ 0 ആണ്. അപ്പൊ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ ആരാണ്? എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ്. എന്താണ് സംഭവം? ദ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഗിവൺ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പൊ തന്നിട്ടുള്ള മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ എയറിന്റെ പെർമിറ്റിവിറ്റിയായിട്ട്, ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയായിട്ട് കമ്പയർ ചെയ്താൽ കിട്ടുന്ന റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. വാക്ക് ശ്രദ്ധിച്ചോ, പുതിയൊരു വാക്ക്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഈ ഡൈ ഇലക്ട്രിക് എന്നുള്ള വാക്ക് ഇൻസുലേറ്റർ എന്നുള്ളതിന്റെ അതേ അർത്ഥം വരുന്ന വാക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും കറണ്ടിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഡൈ ഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ് എന്നർത്ഥം, കണ്ടക്ടേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ്. കണ്ടക്ടേഴ്സ് ആരാണ്? മെറ്റൽസ് ഒക്കെ കണ്ടക്ടേഴ്സ് ആ. ചാർജിനെ കടന്നു പോകാൻ അനുവദിക്കും, കറണ്ടിനെ കടന്നു പോകാൻ അനുവദിക്കും, ഒഴുകാൻ സമ്മതിക്കും. അത് കണ്ടക്ടേഴ്സ്, മെറ്റൽസ് ഒക്കെ. അതേ സമയത്ത് പ്ലാസ്റ്റിക്, റബ്ബർ, പേപ്പർ, വുഡ് മുതലായിട്ടുള്ളവരൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ് അല്ലെ? ചാർജിനെ ഒഴുകാൻ സമ്മതിക്കില്ല. ആ ഇൻസുലേറ്റേഴ്സിന്റെ മറ്റൊരു വാക്കാണ് ഡൈ ഇലക്ട്രിക്സ്. അപ്പൊ ഇനി അത് ഓർമ്മയിൽ വെച്ചോളാം. വാട്ട് ഡു യു മീൻ ബൈ ഡൈ ഇലക്ട്രിക്? ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാലും ഡൈ ഇലക്ട്രിക് എന്ന് പറഞ്ഞാലും ഒന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് മറ്റൊരു വാക്ക് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നും പറയും. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് കേട്ടാലും റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് കേട്ടാലും എപ്സിലോൺ ആർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണത്? എപ്സിലോൺ ബൈ എപ്സിലോൺ 0, ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഗിവൺ മീഡിയം ടു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെഴുതാം എപ്സിലോൺ ഈക്വൽ ടു, ഈ എപ്സിലോണിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം. സോ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 ആണ് എപ്സിലോൺ. തന്നിട്ടുള്ള മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോണിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാൻ പറ്റും? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് എഴുതാം. സോ കെ ബിക്കംസ് 1 ഡിവൈഡഡ് ബൈ 4 pi epsilon 0 epsilon r, where epsilon r is dielectric constant or relative permittivity of the medium. അപ്പൊ എവിടെയൊക്കെ കെ കാണുന്നോ, നേരത്തെ പറഞ്ഞ കെന്റെ സ്ഥാനത്ത് നിങ്ങൾ ഏത് മീഡിയം ആണെങ്കിലും, ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ ഉൾപ്പെടെ ഏത് മീഡിയം ആണെങ്കിലും കൊടുക്കേണ്ട വാല്യൂ ശരിക്ക് പൂർണ്ണാർത്ഥത്തിൽ 1/4 pi epsilon 0 epsilon r എന്നാണ്. where epsilon 0 നേരത്തെ പറഞ്ഞ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതിന്റെ വാല്യൂ നിങ്ങൾക്കറിയാം. കൂടാതെ ഒരു സാധനം കൂടി അതിന്റെ ഒപ്പം എപ്സിലോൺ 0ന്റെ ഒപ്പം വന്ന് കിടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് എപ്സിലോൺ ആർ. അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ ഏതൊരു മീഡിയത്തിന്റെയും പെർമിറ്റിവിറ്റി അല്ല തരിക, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് തരിക. അത് തന്നാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കെന്റെ വാല്യൂ. സോ ഞാൻ ഫൈനൽ ഫോർമുലയിലേക്ക് പോവാണ്. എഫ് ഈക്വൽ ടു ഏതൊരു മീഡിയത്തിലും ആണെങ്കിലും ഉത്തരം കെന്റെ വാല്യൂയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1/4 pi epsilon 0 epsilon r Q1 Q2 by r square. ഇനി അത് ഫ്രീ സ്പേസ് ആണെങ്കിൽ, ഫ്രീ സ്പേസിന് എന്താവും വില? ഫോർ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ. നമ്മൾ പറഞ്ഞ ഫ്രീ സ്പേസിന് കെന്റെ സ്ഥാനത്ത് 1/4 എപ്സിലോൺ 0 ഉള്ളൂ. അതായത് ഈ എപ്സിലോൺ ആർ എന്തായി മാറണം? 1 മാറണം. നോക്കൂ, ഇവിടെ നോക്കിക്കോളൂ. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ്. തന്നിട്ടുള്ള മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ബൈ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി. അപ്പൊ ഫ്രീ സ്പേസ് തന്നെയാണ് മീഡിയമെങ്കിൽ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 ബൈ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി വീണ്ടും എപ്സിലോൺ 0. സോ എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ 0 ബൈ എപ്സിലോൺ 0 എന്ന് വരും, ദാറ്റ് ഈസ് 1. അപ്പൊ ഫോർ ഫ്രീ സ്പേസ് ഓർ എയർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് 1. ഇമ്പോർട്ടൻറ്റ്. ഫോർ എനി അതർ മീഡിയം, ശ്രദ്ധിക്കുക, വേറെ ഏത് മീഡിയം ആണെങ്കിലും, ഫ്രീ സ്പേസ് എയർ അല്ലാതെ ഏത് മീഡിയം വന്നാലും റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1. That is epsilon r is greater than or equal to 1. എപ്പോഴാണ് epsilon r 1 ആവുക? For air. epsilon r ന്റെ വില ഏറ്റവും ചെറുതാണ് 1. അത് എയറിന് അല്ലെങ്കിൽ ഫ്രീ സ്പേസ്.
വേറെ ഏത് മീഡിയത്തിന്റെ ഇടയിൽ വന്നാലും, വെള്ളം വന്നാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൈക്ക വന്നാലും അല്ലെങ്കിൽ ഓയിൽ വന്നാലും ഗ്ലിസറിൻ വന്നാലും ഒക്കെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ഒന്നിനേക്കാൾ കൂടുതലാണ്. ഏറ്റവും മിനിമം ആണ് എപ്സിലോൺ ആറിന്റെ വില, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വില അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വില 1. അത് ആർക്കാണ്? ഫ്രീ സ്പേസിന് അല്ലെങ്കിൽ ഏതിന്? കാരണം ഇതിൽ ഫ്രീ സ്പേസ് തന്നെയാണ് മീഡിയ വെച്ചാൽ ഇവിടെ എപ്സിലോൺ 0 തന്നെ വരും. എപ്സിലോൺ 0/ε0 1 ആയിരിക്കും. വേറെ ഏത് മീഡിയം വന്നാലും dielectric constant value is greater than that of free space, that is greater than that of 1. അപ്പൊ ഫോർമുലയിലേക്ക് വീണ്ടും വരിക. F is equal to ഏത് മീഡിയം? നമുക്ക് എഴുതാം F മീഡിയം എന്ന് എഴുതാം. ഏത് മീഡിയത്തിലാണെങ്കിലും രണ്ട് ചാർജുകൾ Q1 ഉം Q2 ഉം അവർക്കിടയ്ക്കുള്ള ദൂരം r ആണെങ്കിൽ അവർക്കിടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്ഷൻ ആണെങ്കിലും റിപ്പൽഷൻ ആണെങ്കിലും 1/4πε0 Q1 Q2/r². ഒന്നുകൂടി പറയാം. ആരാണ് ε0? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. വാല്യൂ എന്താണ്? 8.85 × 10⁻⁻12. ഈ 1/4πε0 ഒന്നിച്ച് നിങ്ങൾക്ക് എടുത്താൽ അത് 9 × 10⁻9. പ്രോബ്ലം ചെയ്യുന്നു. കൂടെ വന്ന് കിടക്കുന്ന ഒരാളും കൂടി ഉണ്ട് εr. ആരാണ് εr? റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താവും മക്കളെ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താവും? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ഡെൻസിറ്റി ഓഫ് ബോഡി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. മുകളിലും താഴത്തും ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്നാൽ യൂണിറ്റും ഇല്ല, ഡയമെൻഷൻ ഫോർമുല ഇല്ല. അതുപോലെ ഇവിടെ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് εr. അപ്പൊ രണ്ടെണ്ണം പെർമിറ്റിവിറ്റി ആയതുകൊണ്ട് വെട്ടിപ്പോയി. സോ നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ ഫോർമുല ഫോർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി εr യൂണിറ്റും ഇല്ല, ഡയമെൻഷൻ ഫോർമുല ഇല്ല, വെറും വില മാത്രമേ ഉള്ളൂ. ആ വില 1 1 കൂടുതലോ ആണ്. 1 ആയിരിക്കും ആർക്ക്? എയറിന് അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. അതാണ് ഏറ്റവും മിനിമം. വേറെ ഏത് മീഡിയം വന്നാലും അത് 1നേക്കാൾ വലുതായിരിക്കും. ഓർമ്മിച്ചോളാം, കാരണം ഞാനൊരു പോയിന്റ് പറയാൻ പോവാണ്. ഓക്കെ, അപ്പൊ വീണ്ടും നിങ്ങൾ ചോദിക്കാം, അപ്പൊ എപ്സിലോണിന്റെ യൂണിറ്റ് എന്താ? ഡയമെൻഷൻ ഫോർമുല എന്താ? എപ്സിലോണിന്റെ യൂണിറ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് വരിക. FIR = 1/4πε0 Q1 Q2/r² നമ്മൾ മുമ്പ് എഴുതി. ഇതിൽ എഫിന്റെ യൂണിറ്റ് അറിയാം, ന്യൂട്ടൺ. ചാർജിന്റെ യൂണിറ്റ് അറിയാം, കുളൂംബ്. അപ്പൊ കുളൂംബ് × കുളൂംബ് സ്ക്വയർ. ദൂരത്തിന്റെ യൂണിറ്റ് അറിയാം, മീറ്റർ സ്ക്വയർ ഇവിടെ വരും, r². ഈ ε0 ഇങ്ങോട്ട് കൊണ്ടുവരിക, എഫിനെ അടിയിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ മുകളിൽ കുളൂംബ് സ്ക്വയർ. ഞാൻ ഇവിടെ എഴുതിയതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ε0ന്റെ യൂണിറ്റ് ഈ എഫ് താഴേക്ക് വന്നു, ഈ ε0 ഇങ്ങോട്ട് വന്നു. അപ്പൊ മുകളില് കുളൂംബ് സ്ക്വയർ ഉണ്ടാവും, അടിയില് എഫിന്റെ യൂണിറ്റ് ഉണ്ടാവും ന്യൂട്ടൺ, അതുപോലെ തന്നെ മീറ്റർ സ്ക്വയർ. അപ്പൊ കുളൂംബ് സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്ന് എഴുതുന്നതാണ് ഭംഗി. ε0 ഇങ്ങോട്ട് കയറി വരിക, എഫ് അങ്ങോട്ട് പോകുക. അപ്പൊ കുളൂംബ് സ്ക്വയർ ബൈ 4π യൂണിറ്റ് ഒന്നുമില്ല, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ, അപ്പൊ അവിടെ മീറ്റർ സ്ക്വയർ. അപ്പൊ കുളൂംബ് സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ്. അത് എപ്സിലോണിന്റെ ആണെങ്കിലും ε0ന്റെ ആണെങ്കിലും. പക്ഷെ εr പറയുമ്പോൾ അവർ ഒരേ പെർമിറ്റിവിറ്റികൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അതുകൊണ്ട് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഫോർമുല ഇല്ല. ε0ന്റെ ഡയമെൻഷൻ ഫോർമുല അല്ലെങ്കിൽ എപ്സിലോണിന്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഡയമെൻഷൻ ഫോർമുല കാണാം. നിങ്ങൾ തന്നെ വീട്ടിൽ ഒന്ന് ചെയ്ത് നോക്കുക. ചാർജിന്റെ ഡയമെൻഷൻ ഫോർമുലയും ദൂരത്തിന്റെ ഡയമെൻഷൻ ഫോർമുലയും ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുലയും അറിയുന്ന കുട്ടിക്ക് പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല കാണാം. എന്താണെങ്കിലും റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ ഫോർമുല. മിനിമം വാല്യൂ 1 ആണ്, എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. ബാക്കി എല്ലാ മീഡിയത്തിലും is greater than 1. വീണ്ടും ഫോർമുല F medium is equal to 1/4πε0 Q1 Q2/r². എയറിലാണെങ്കിൽ ഈ εrന്റെ വാല്യൂ 1 ആണ്. ഉത്തരം FIR = 1/4πε0 Q1 Q2/r². എവിടെയൊക്കെ 1/4πε0 ഉണ്ടോ, ഇവിടെ ആണെങ്കിലും വേണ്ടില്ല, ഇവിടെ ആണെങ്കിലും വേണ്ടില്ല, അവിടെയൊക്കെ 1/4πε0 പകരം 9 × 10⁻9 എഴുതാം. അത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടണം. എന്റെ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, എയറിലിരിക്കുമ്പോഴാണോ വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്ക് പോകുമ്പോഴാണോ ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സ് കൂടുക കുറയുക? എയറിലിരുന്നിരുന്ന രണ്ട് ചാർജുകൾ വേറെ ഏതോ ഒരു മീഡിയത്തിലേക്ക് പോയാൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൂടുകയോ കുറയുമോ? രണ്ട് ചാർജുകൾ എയറിലിരിക്കുന്നു, അവരെ പിടിച്ച് ഞാൻ വെള്ളത്തിലാക്കി. ദൂരം മാറ്റിയില്ല, ചാർജും മാറ്റിയില്ല. അതായത് ആറും മാറിയില്ല, Q1 ഉം Q2 മാറിയില്ല. പക്ഷെ ഇടയിലുണ്ടായിരുന്ന എയർ മാറി, അവിടെ വെള്ളമായി. എന്റെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം? ഡസ് ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഫോർമുലയിലേക്ക് വരിക. എയറിലിരിക്കുമ്പോൾ 1/4πε0 Q1 Q2/r². വേറെ ഏതോ ഒരു മീഡിയത്തിലേക്ക് പോയപ്പോൾ 1/4πε0 εr Q1 Q2/r². ഈ εr എപ്പോഴും എയർ അല്ലെങ്കിൽ 1നേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ ഡിനോമിനേറ്റർ കൂടി, ഇതിനേക്കാൾ ഡിനോമിനേറ്റർ കൂടുതലാണ് ഇവിടെ. കാരണം εr എപ്പോഴും 1നേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഏതൊരു മീഡിയത്തിലേക്ക് പോയാലും എയറിലുള്ള അത്ര ഫോഴ്സ് ഉണ്ടായിരിക്കില്ല.
So the force decreases. ചോദ്യം, when two charges separated by some distance is taken into another medium. ആദ്യം എയറിലാണ് ഇരുന്നിരുന്നത്, നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് മാറ്റി. What happens to electrostatic force? Answer is force decreases. ഫോഴ്സ് കുറയും. എന്തുകൊണ്ട് കുറയും? എപ്സിലോൺ ആർ അവിടെ ഡിനോമിനേറ്ററിൽ വന്നു. ഈ എപ്സിലോൺ ആർ ഒന്നിനേക്കാൾ വലുതാണ് വെള്ളത്തിന്. അതുകൊണ്ട് ആ മീഡിയത്തില്, വെള്ളത്തില് എയറിലുള്ളതിനേക്കാൾ ഫോഴ്സ് കുറയായിരിക്കും. അപ്പൊ ചോദ്യം ഒന്നുകൂടി ഞാൻ തിരിച്ചു ചോദിക്കാം. രണ്ട് ചാർജുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഏത് മീഡിയത്തിൽ ഇരിക്കുമ്പോഴാണ് മാക്സിമം ആവുക? ആൻസർ ഈസ് ഫ്രീ സ്പേസ് ഓർ വാക്വം ഓർ പ്രാക്ടിക്കലി എയർ. ഫ്രീ സ്പേസിനെയും വാക്വത്തിനെയും പ്രാക്ടിക്കൽ ആയിട്ട് തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് എയറിന്. സോ എയറിൽ ഇരിക്കുമ്പോഴാണ്, ഫ്രീ സ്പേസിൽ ഇരിക്കുമ്പോഴാണ്, വാക്വത്തിൽ ഇരിക്കുമ്പോഴാണ് രണ്ട് സ്റ്റേഷനറി ചാർജുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാക്സിമം ഉണ്ടാവുക. അവിടെ നിന്ന് വേറെ ഏതെങ്കിലും മീഡിയത്തിലേക്ക് പോയാൽ ഫോഴ്സ് കുറഞ്ഞു വരും. എത്ര കുറഞ്ഞു വരും? എയറിലുള്ളതിനേക്കാളും എത്ര കുറഞ്ഞു വരും? ഇവിടെ ഉള്ളതിനേക്കാളും ഒരു എപ്സിലോൺ ആർ അടിയിൽ വന്നു. സോ 1/ε ടൈംസ് കുറയും. 1/ε ടൈംസ് കുറയും. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് റേഷ്യോ എഫ് എയർ ബൈ എഫ് മീഡിയം. എയറിലാണ് കൂടുതൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ന്യൂമറേറ്ററിൽ ഇട്ടത്. എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് മീഡിയം. ഇത് ഹരിക്കണം ഇത്. 1/4πε0 Q1 Q2 by R² വെട്ടിപ്പോകുമ്പോഴേ ഇനി അടിയിൽ ഇവിടെ ഒരു 1/ε ഉണ്ട്. അത് മുകളിലേക്ക് കറങ്ങി വരും. സോ എപ്സിലോൺ ആർ. So F air is to F medium is epsilon r is to 1. F air is to F medium equal to epsilon r is to 1. Important ആണ്. ആണെങ്കിൽ ഒരു ചോദ്യം പറയാം. വെള്ളത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 81 ആണ്. വാട്ടറിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 81 ആണ്. ചോദ്യം ഇതാണ്, രണ്ട് ചാർജുകൾ ദൂരത്ത് വെച്ചിരിക്കുന്നു. അവര് എയറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ എത്ര ചുരുക്കമായിരിക്കും വെള്ളത്തിൽ ഉണ്ടാവുക? അല്ലെങ്കിൽ വെള്ളത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ എത്ര ഇരട്ടിയായിരിക്കും എയറിൽ ഉണ്ടാവുക? വെള്ളത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ 81 ഇരട്ടിയായിരിക്കും എയറിൽ അതേ ചാർജുകൾ അതേ ദൂരത്ത് വെച്ചാൽ അനുഭവപ്പെടുക. അതാണ് ഫോർമുല എഴുതിയത്. എഫ് എയർ ഡിവൈഡ് ബൈ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. ഇത് ഹരിക്കണം ഇത്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ബാക്കിയൊക്കെ വെട്ടിപ്പോവും. എപ്സിലോൺ ആർ കറങ്ങി തിരിഞ്ഞ് മുകളിലേക്ക് വരും. സോ എഫ് ഐ ആർ ബൈ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ബൈ 1 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ ഇസ് ടു എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇസ് ടു 1. അപ്പൊ ചോദ്യത്തിന് ഒന്നുകൂടി പറയാം. ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എയർ ഈസ് ഗ്രേറ്റർ ബൈ എപ്സിലോൺ ആർ ടൈംസ് when the same charges are separated by the same distance in a medium of dielectric constant epsilon r. എപ്സിലോൺ ആർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഒരു മീഡിയത്തിൽ ഇതേ ചാർജുകൾ അതേ ദൂരത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള ഫോഴ്സിന്റെ എപ്സിലോൺ ആർ ടൈംസ്, അതൊന്നിനേക്കാളും കൂടുതലാണെന്നുണ്ട്, എപ്സിലോൺ ആർ ടൈംസ് കൂടുതലായിരിക്കും അതേ ചാർജുകൾ അതേ ദൂരത്തിൽ എയറിൽ ഇരുന്നാൽ ഉണ്ടാവുക. അപ്പൊ എയറിലുള്ള ഫോഴ്സ് മീഡിയത്തിലുള്ള ഫോഴ്സിന്റെ എപ്സിലോൺ ആർ ടൈംസ് ആയിരിക്കും. ആരാണ് എപ്സിലോൺ ആർ? ആ മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അത് ഒന്നും ഓർമ്മിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള സാധനം ഞാൻ പറഞ്ഞതാണ്. വെള്ളത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 81 ആണ്. ഇതേപോലെ ഏതൊരു മീഡിയത്തിന്റെയും, എയർ അല്ലാത്ത ഏതൊരു മീഡിയത്തിന്റെയും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 1 വലുതായിരിക്കും. ഏറ്റവും കുറഞ്ഞ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ആണ്. അത് ആർക്കാണ്? എയറിന് തന്നെയാണ്. ഏറ്റവും ഈ എപ്സിലോൺ ആർ കിടക്കുന്ന ഡിനോമിനേറ്ററിലാണ്. അതിന്റെ ഏറ്റവും ചെറിയ വാല്യൂ 1 ആണ്. അപ്പൊ എയറിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക. ഇനി അതിന്റെ വാല്യൂ 1 കൂടുതലാവും വേറെ ഏത് മീഡിയത്തിലേക്ക് പോയാലും. അതുകൊണ്ട് ഫോഴ്സ് കുറഞ്ഞു വരും. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ മീഡിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കുറഞ്ഞ് വരും. ഓക്കെ, ഒരു പോയിന്റ് കൂടി പറയാം. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഇൻഫിനിറ്റി ഫോർ മെറ്റൽസ്. മെറ്റൽസിന് പറയുകയാണെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുക. എല്ലാ മെറ്റൽസിനും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഡൈഇലക്ട്രിക് ആണ്. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സിനാണ് ഇതിന്റെ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള മെറ്റൽസ് ഒക്കെ കണ്ടക്ടേഴ്സ് ആണ്, ഇൻസുലേറ്റേഴ്സ് അല്ല. അവരുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുക ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുക. ഓർമ്മിക്കുക. അപ്പൊ ഈ ബോർഡിന്റെ മുകളിൽ എഴുതിയ ഭാഗം ഒന്നുകൂടി മനസ്സിൽ വെക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് ചാർജുകൾ Q1 ഉം Q2, അവർക്കിടയ്ക്കുള്ള ദൂരം R. അവർ ഏത് മീഡിയത്തിൽ പോയിരുന്നാലും അവർക്കിടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ അക്കോർഡിംഗ് ടു കുളൂംസ് ലോ ഈസ്
F medium, ഏത് മീഡിയത്തിലാണെങ്കിലും is equal to 1 by 4 pi epsilon 0 epsilon r q1 q2 by r square, where epsilon 0 is permittivity of free space. Its value is 8.85 into 10 raised to minus 12 unit coulomb square by Newton meter square. Epsilon r is dielectric constant അല്ലെങ്കിൽ relative permittivity of that medium, which is epsilon by epsilon 0. Permittivity of the medium by permittivity of free space. Its unit is nil, its dimension formula is nil, and the value is less h2 minimum 1 for free space. For any other medium, it is greater than 1. For water, it is 81. Q1, Q2 are the two charges. R is distance between them. അപ്പൊ ഇതാണ് കുളൂംസ് ലോ, ഇൻവേഴ്സ് സ്ക്വയർ ലോ, 1 by r square പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. നന്നായിട്ട് ഓർമ്മയിൽ വെക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, എപ്സിലോൺ സീറോന്റെ വാല്യൂ, എപ്സിലോൺ സീറോന്റെ യൂണിറ്റ്, എപ്സിലോൺ സീറോന്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾ കണ്ടുപിടിക്കുക. എപ്സിലോൺ ആറിന് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ ഫോർമുല, വാല്യൂ മിനിമം 1, അത് എയറിന്, ബാക്കി ഏത് മീഡിയം വന്നാലും 1നേക്കാൾ കൂടുതൽ. ഫോർമുല ഇമ്പോർട്ടന്റ് 1 by 4 pi epsilon 0 9 into 10 raised to 9 കൊടുക്കാൻ സാധിക്കണം. ഈ മീഡിയത്തിന്റെ റേഷ്യോ, എയറിലുള്ള ഫോഴ്സും ഏത് മീഡിയത്തിലുള്ള ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ എപ്സിലോൺ ആർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എപ്സിലോൺ ആർ 1 ആണെന്ന് പറയാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പണി യൂണിറ്റ് ചാർജിനെ ഡിഫൈൻ ചെയ്യാൻ. പരീക്ഷയ്ക്ക് എങ്ങാനും ചോദിച്ചാൽ ചാർജിന്റെ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്യും. ചാർജിന്റെ യൂണിറ്റ് എന്താണാവോ? കുളൂംബാണ്. കുളൂംബിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കുക കേട്ടോ. കുളൂംബ് എന്താണ്? ഡെഫിനിഷൻ ഓഫ് യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 1 കുളൂംബ് എന്താണെന്ന് പറയാൻ പോകും. ആരാണ് ഒരു കുളൂംബ് ചാർജ്? ശ്രദ്ധിക്കുക. നമുക്കറിയാം ഫ്രീ സ്പേസിൽ എയറിലാണെങ്കിൽ 1 by 4 pi epsilon 0 q1 q2 by r square ആണ് ഫോഴ്സ് അല്ലെ. q1 q2 രണ്ട് പോയിന്റ് ചാർജുകൾ 6 ദൂരത്തിരിക്കുന്നു. അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് എയറിലാണെങ്കിൽ ഇത്രയായിരിക്കും. സോ ഒന്നുകൂടി മാറ്റി എഴുതാം. FAR equal to 1 by 4 pi epsilon 0 പകരം 9 into 10 raised to 9 എന്ന് എഴുതാം. എയറിലാണ് q1 q2 by r square. ഇനി ആരാണ് 1 കൂളോം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. യൂണിറ്റ് ചാർജ് എന്താണ്? അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് q1 equal to q2 equal to 1 കൂളോം. q1 q2 1 കൂളോം ആണെന്ന് തരിക. അതെന്താണെന്ന് പറയാൻ പോകുക. ആൻഡ് r equal to 1 മീറ്റർ. അവർക്ക് ഇടയ്ക്കുള്ള ദൂരം 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ q1 ഒരു കൂളോമാണ്, q2 ഒരു കൂളോമാണ്. അവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. ഇടയിലുള്ള മീഡിയം എയർ ആണ് എങ്കിൽ FAR is equal to എന്ത് വരുവാണാവോ? 9 into 10 raised to 9. ഇവിടെ 1 into 1 വരും, അത് 1 ആയി. അടിയിൽ ഒരു 1 സ്ക്വയർ വരും, അത് 1 ആയി. അവസാനം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണാവോ? SI സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്, ന്യൂട്ടൺ. അപ്പൊ ആരാണ് ഒരു കൂളോം ചാർജ്? കാരണം നമ്മൾ ചിത്രം ഇട്ടാം. q1ന്റെ സ്ഥാനത്ത് 1 കൂളോം, ഈ ദൂരം 1 മീറ്റർ, വീണ്ടും q2ന്റെ സ്ഥാനത്ത് 1 കൂളോം. അപ്പൊ ആരാണ് 1 കൂളോം? 1 കൂളോം എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിൽ 1 മീറ്റർ ദൂരത്തിരിക്കുന്ന മറ്റൊരു 1 കൂളോമിനെ 9 into 10 raised to 9 ന്യൂട്ടൺ ഫോഴ്സിൽ റിപ്പൾ ചെയ്യുന്ന ആളാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൾ ചെയ്യാം, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൾ ചെയ്യാം. ഇനി ഇത് 1 കൂളോം, ഇത് -1 കൂളോം ആണെങ്കിൽ അട്രാക്ട് ചെയ്യാം. അപ്പോ 1 കൂളോം ഈസ് ദാറ്റ് ചാർജ്. 1 കൂളോം ഈസ് ദാറ്റ് ചാർജ് which when placed in free space, എയറിലിരിക്കണം, which when placed in free space at a distance of 1 meter from an equal and similar charge. അതേ ഒരു കൂളോം തന്നെ 1 മീറ്റർ ദൂരത്ത് ഫ്രീ സ്പേസിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പൾസ്. ഈക്വൽ ആൻഡ് സിമിലർ ആണെങ്കിൽ റിപ്പൾ ചെയ്യും. റിപ്പൾസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 9 into 10 raised to 9 ന്യൂട്ടൺ. ഡെഫിനിഷൻ പഠിച്ചാൽ നല്ലൊരു അടിപൊളി വാചകം കിട്ടും. 1 കൂളോം ഈസ് ദാറ്റ് ചാർജ്. ആരാണ് 1 കൂളോം? ആരാണ് യൂണിറ്റ് ചാർജ് എന്ന് പറയാൻ? 1 കൂളോം ഈസ് ദാറ്റ് ചാർജ് which when placed in free space at a distance of 1 meter from an equal and similar charge repels with a force of 9 into 10 raised to 9 ന്യൂട്ടൺ. ഒരു കൂളോം എന്ന് പറഞ്ഞാൽ അതേപോലെ മറ്റൊരു കൂളോം 1 മീറ്റർ ദൂരത്ത് ഫ്രീ സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ അയാളെ എത്ര ഫോഴ്സിൽ റിപ്പൾ ചെയ്യും? 9 into 10 raised to 9 ന്യൂട്ടൺ ഫോഴ്സിൽ റിപ്പൾ ചെയ്യുന്നവനാണ്. ആ ആള് ആരാണോ അയാളാണ് ഒരു കൂളോം. ഒരു കൂളോം ഫ്രീ സ്പേസില് 1 മീറ്റർ ദൂരത്ത് മറ്റൊരു കൂളോമിനെ കണ്ടാൽ എന്ത് ചെയ്യും? 9 into 10 raised to 9 ഫോഴ്സ് ന്യൂട്ടണില് 9 into 10 raised to 9 ന്യൂട്ടൺ ഫോഴ്സില് റിപ്പൾ ചെയ്യും. ഇപ്പൊ ഡെഫിനിഷൻ ഒന്നും കൂടി വാചകം ശ്രദ്ധിക്ക്. ഡിഫൈൻ യൂണിറ്റ് ചാർജ് എന്നോ ഡിഫൈൻ 1 കൂളോം എന്നോ പറഞ്ഞാൽ 1 കൂളോം ഈസ് ദാറ്റ് ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസ്
at a distance of 1 meter from an equal and similar charge repels with a force of 9 into 10 raised to 9 Newton. വാചകം ഒരു നീളം കൂടുതലാണ്, അർത്ഥം മനസ്സിലാക്കി അത്രേ ഉള്ളൂ. നമുക്ക് എയറിലെ രണ്ട് ചാർജുകൾക്കിടയ്ക്കുള്ള ഫോഴ്സിന്റെ ഫോർമുല അതാണ്. അതിൽ 1/4πε0 9 into 10 raised to 9 കൊടുത്തു. ഇനി 1 കുളോമിനെ ഡിഫൈൻ ചെയ്യാൻ Q1 നും Q2 നും 1 കൊടുത്തു. സൗകര്യത്തിന് R ന് 1 മീറ്റർ എന്ന് കൊടുത്തു. ഒക്കെ SI സിസ്റ്റത്തിൽ എഴുതി. അപ്പൊ ഫോഴ്സ് ബാക്കിയുള്ള 9 into 10 raised to 9 ന്യൂട്ടൺ ആയി. അപ്പൊ ഇത്രയും ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരേപോലുള്ള രണ്ട് ചാർജുകൾ 1 മീറ്റർ ദൂരത്തിരുന്നാൽ എത്രയാണോ ആ ചാർജുകളാണ് 1 കുളോം ചാർജുകൾ. ഇനി ഞാൻ ഈ വാല്യൂനെ ഒന്ന് നിങ്ങളെ പറഞ്ഞുപെടുത്താം. 9 into 10 raised to 9 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറയാം. എന്റെ വെയിറ്റ് 84 കിലോഗ്രാമാണ്, 84 കിലോഗ്രാം. നിങ്ങൾക്ക് ഏകദേശം ആലോചിച്ചാൽ ഊഹിക്കാം. ഏകദേശം 100 കിലോഗ്രാം മാസമുള്ള ഒരു മനുഷ്യനെ വിചാരിച്ചോളൂ. എന്നെക്കാളും പൊക്കവും വണ്ണവും ഉള്ള ഒരാൾക്ക് ഏകദേശം 100 കിലോഗ്രാം ഉണ്ടാവും. 100 കിലോഗ്രാം ഉണ്ടാവും. സുരേഷ് ഗോപി 100 കിലോഗ്രാം എന്തായാലും ഉണ്ടാവും. അപ്പൊ 100 കിലോഗ്രാം മാസ് ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? mg ആണ് അല്ലെ? ജിക്ക് നമുക്ക് 10 എന്ന് കൊടുക്കാം. 9.8 ഒക്കെ വിട്ടേക്ക് 10. അപ്പൊ 100 കിലോഗ്രാം എം ഉള്ള മാസുള്ള ഒരാൾക്ക് എത്ര വെയിറ്റ് ഉണ്ടാവും? mg 100 into g. ജിന്റെ സ്ഥാനത്ത് 10 കൊടുത്താൽ 1000 ന്യൂട്ടൺ. ഞാൻ ഈ വാല്യൂനെ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഒരാളുടെ വെയിറ്റ്, സാധാരണ നല്ല തടിയനായിട്ടുള്ള ഒരു ആണിന്റെ, ഒരു മനുഷ്യന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഫോഴ്സ് എത്രയായിരിക്കും? 1000 ന്യൂട്ടൺ. അത് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ നിങ്ങളുടെ തലയിൽ കയറി ഇരിക്കുന്നതായിട്ട് വിചാരിക്കുക. അപ്പൊ സുരേഷ് ഗോപി നിങ്ങളുടെ തലയിൽ കയറിയിരുന്നാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബലം എത്രയാണ്? സുരേഷ് ഗോപിയുടെ വെയിറ്റ് ആണ്. അത് എത്രയാ? 100 കിലോഗ്രാം മാസ് ആണെങ്കിൽ 1000 ന്യൂട്ടൺ ഫോഴ്സ് നിങ്ങളുടെ തലയിൽ വരും. സുരേഷ് ഗോപി നിങ്ങളുടെ തലയിൽ ഇരുന്നാൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് 1000 ന്യൂട്ടൺ ആണ്. ഇനി സുരേഷ് ഗോപിനെ വിടാം, പകരം ഒരു ആന സങ്കല്പിക്കുക. ഒരു ആനയ്ക്ക് അപ്പൊ എത്ര മാസ് ഉണ്ടാവും? സുരേഷ് ഗോപിക്ക് 100 കിലോഗ്രാം ഉണ്ടെങ്കിൽ ഒരു 10 സുരേഷ് ഗോപി ചേർന്നത്ര ഉണ്ട് ഒരു ആന. അപ്പൊ നമ്മള് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ തൃശ്ശൂർക്ക് പോണ വഴിക്ക് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ ആനയാണ് ഏറ്റവും സുപ്രസിദ്ധനായ ആന. പിന്നെ കുപ്രസിദ്ധനായി. ഒരു 5-8 ആൾക്കാരെ കൊന്നതുകൊണ്ട് മൂപ്പര് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് ഇപ്പോഴും രാമചന്ദ്രന് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പൂരത്തിനും ഇറങ്ങിയില്ല. പേരോർമ്മിച്ചോ? തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കേരളത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞ ആനയാണ്. എല്ലാവിധ അതിന്റെ ലക്ഷണങ്ങളും ഒത്ത ആന. പക്ഷെ ഒരു 5-8 ആൾക്കാരെ കൊന്നു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല, പരോളിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ അമ്പലത്തിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല. എന്നാൽ ഒരുപാട് ആനപ്രേമികളുടെ വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള നമ്മളെ ലയണൽ മെസ്സി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടം. അങ്ങനെയുള്ള തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആനയ്ക്ക് ഏകദേശം 10 സുരേഷ് ഗോപിയുടെ മാസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ഉണ്ട്. അപ്പോ വെയിറ്റ് എത്രയാവും മക്കളെ? 100 കിലോഗ്രാം ഉള്ള സുരേഷ് ഗോപിക്ക് 1000 ന്യൂട്ടൺ നിങ്ങളുടെ മേത്ത് ചെലുത്താൻ പറ്റി. അപ്പൊ 1000 കിലോഗ്രാം ഉള്ള ഒരു ആനയ്ക്ക് നിങ്ങളുടെ മേത്ത് കയറിയിരുന്നാൽ 1000 into g, 1000 into 10, 10000 അല്ലെ? ഇനി നമ്മളെ വിഷയത്തിലേക്ക് വരാട്ടാ. 1000 കിലോഗ്രാം ആണ്. ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഞാൻ 10 കൊടുത്തു. സോ ഒരു ആനയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എത്ര വരിക? 1000 into 10, ദാറ്റ് ഈസ് 10000 ന്യൂട്ടൺ. 10000 എന്നുള്ളതിനെ നമുക്ക് വൃത്തിയായിട്ട് എഴുതാലോ അല്ലെ? 1/4 പൂജ്യം കൊണ്ട് 10⁴ ന്യൂട്ടൺ. അപ്പൊ ഒരു ആനയുടെ ഭാരമാണ് ഏകദേശം 10⁴ ന്യൂട്ടൺ. അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ആനയുടെ കാലിന്റെ അടിയിൽ നിങ്ങൾ ഇങ്ങനെ പോയി കടന്നു നോക്കുക. എന്നിട്ട് ആനോട് പറയാം എന്നെ ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഏകദേശം 10⁴ ന്യൂട്ടൺ. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ ചെയ്ത പണി. അങ്ങനെ ഇനി ഇവിടേക്ക് വരിക. 9 into 10⁹ എന്നാ പറഞ്ഞത്. ഈ 9നെ നമുക്ക് വേണമെങ്കിൽ ഒരു 10 ആയിട്ട് എടുക്കാം അല്ലെ? 9 എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഓർഡർ ഓഫ് മാഗ്നറ്റ്യൂഡ് പ്രകാരം കഴിഞ്ഞ വർഷം എടുത്തിരുന്നു. 5-നേക്കാൾ കൂടുതലായ 10 ആയിട്ട് എടുത്തോണം. അപ്പൊ ഇത് 5-നേക്കാൾ വലുതാണ് ഈ 9. അപ്പൊ ഏകദേശം നമുക്ക് എന്ത് എഴുതാം? ഇതിനെ 10 എന്ന് എഴുതാം. അപ്പൊ 10 into 10⁹ എന്ന് എഴുതാം. ഏകദേശം കേട്ടാ, കൃത്യമല്ല. അപ്പൊ 9 പകരം ഞാൻ 10 എഴുതി. ഒന്നും ഇതിനായിട്ട് കമ്പയർ ചെയ്യാം. സോ ദാറ്റ്സ് ഇക്വൽ ടു 10⁻10 അല്ലെ? ആരാണ് ഈ 10⁻10 ഇപ്പൊ പറഞ്ഞത്? 1 കൂളോം ചാർജ് 1 മീറ്റർ ദൂരത്ത് മറ്റൊരു കൂളോം ചാർജിനെ എയറിൽ വെച്ച് കണ്ടാൽ, ഫ്രീ സ്പേസിൽ കണ്ടാൽ റിപ്പിൾ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഏകദേശം ഇവിടെ 9 പകരം ഞാൻ 10 എടുത്തപ്പോഴാണ് 10⁻10 ന്യൂട്ടൺ അല്ലെ? 10⁻10 ന്യൂട്ടൺ. ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യാൻ. 10⁻10നെ ഞാൻ ഈ 10⁻4 വരുത്തുന്ന രൂപത്തിൽ എഴുതാം. 10⁻6 into 10⁻4 ന്യൂട്ടൺ എന്ന് എഴുതാലോ അല്ലെ? 10⁻6 into 10⁻4 6 4 10 10⁻10. ഈ 10⁻4 ന്യൂട്ടൺ ആരാണാവോ? ഒരു ആനയുടെ ഭാരമാണ്. ഒരാനയുടെ ഭാരമാണ് 10⁻4 ന്യൂട്ടൺ, 10000 ന്യൂട്ടൺ. ഇവിടെ ഇപ്പൊ എത്ര ആനയുടെ ഭാരമായി? അപ്പോ 10⁻6 ആന ഭാരം. 10⁻6 ആനയുടെ ഭാരമാണ്
1 കൂളോം ചാർജ് 1 മീറ്റർ ദൂരത്ത് എയറില് മറ്റൊരു കൂളോം ചാർജിനെ കണ്ടാൽ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് 10⁶ എത്രയാ? അങ്ങനെ പറയുമ്പോൾ ഇനി ഒന്നുകൂടി മനസ്സിലാവുള്ളൂ. 10⁻⁴ 10, 10⁻², 100, 10⁻³ 1000, 10⁻⁴ 10,000, 10⁵ 1,00,000, 10⁻⁶ 10 ലക്ഷം. 10 ലക്ഷം ആനകൾ ഒന്നിച്ച് നിങ്ങളുടെ തലയിൽ ചവിട്ടിയാൽ 10 ലക്ഷം ആനകൾ ഒന്നിച്ച് നിങ്ങളുടെ തലയിൽ ചവിട്ടിയാൽ എത്ര ഫോഴ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും? ഫീൽ ചെയ്യാൻ നമ്മൾ ഉണ്ടായിട്ട് വേണ്ടല്ലേ? ആ ഫോഴ്സ് ആണ് 1 കൂളോം ചാർജ്. എത്ര ചെറുതാ! അയ്യോ 1 കൂളോം, പാവം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. എന്നാൽ പാവം അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 1 കൂളോം ചാർജ് ചെറിയൊരു ദൂരം 1 മീറ്റർ ദൂരത്ത് മറ്റൊരു കൂളോം ചാർജിനെ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് 10 ലക്ഷം ആനകളുടെ ഭാരത്തിന് തുല്യമാണ് എന്നാണ് ഏകദേശം പറഞ്ഞു വന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ മക്കളെ 1 കൂളോം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരക്കാരനല്ല. 10 ലക്ഷം ആനകളുടെ ബലം തരാൻ പറ്റുന്ന ആളാണെന്ന് മനസ്സിൽ കരുതിക്കൂടുക. അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇത് ഞാൻ ഉണ്ടാക്കിയ എക്സാമ്പിൾ ഒന്നല്ല, ശരിക്ക് പറഞ്ഞു കൊടുക്കുന്ന എക്സാമ്പിൾ ആണ്. 10 ലക്ഷം ആനകളുടെ ഭാരത്തിന് ഏകദേശം തുല്യമാണ് 1 കൂളോം ചാർജിന്റെ മറ്റൊരു 1 കൂളോം ചാർജിനെ 1 മീറ്റർ ദൂരത്ത് ഫ്രീ സ്പേസിൽ ഇരുന്നാൽ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്. അങ്ങനെയൊന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്. പരീക്ഷയ്ക്ക് എഴുതി വെക്കേണ്ടത് 1 കൂളോം ഈസ് ദാറ്റ് ചാർജ് which when placed in free space at a distance of 1 meter from an equal and similar charge repels with a force of 9 × 10⁹ Newton. വാചകം നീളം കൂടുതലാണ്, അർത്ഥം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ എഴുതി വെച്ച പോലെ ഇങ്ങനെയൊക്കെ ചിത്രം വരച്ച് അതിന്റെ 9 × 10⁹ എത്തിച്ചിട്ട് ഇതാണ് 1 കൂളോം എന്ന് പറയുക. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിന്റെയൊക്കെ വിലയെ പറഞ്ഞുള്ളൂ. മാഗ്നറ്റ്യൂഡ് ആണ് പറഞ്ഞത്, വെക്ടർ ആയിട്ടൊന്നും എഴുതിയില്ല. ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. മാഗ്നറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷനും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫോഴ്സിന്റെ മാഗ്നറ്റ്യൂഡ് മാത്രമേ എഴുതിയുള്ളൂ. ഡയറക്ഷനും കൂടി പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും ഞാൻ നേരത്തെ ചിത്രത്തിലേക്ക് പോവാണ്. Q1, Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ്, ഇവർക്കിടയ്ക്കുള്ള ദൂരം r ആണ്. Q1 ൽ നിന്ന് Q2 ഡയറക്ഷനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ ഇപ്പൊ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ അല്ലെ. യൂണിറ്റ് വെക്ടർ r12 ക്യാപ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡയറക്ഷനെ കാണിക്കുന്ന മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള വെക്ടറാണ് r12 ക്യാപ്. തിരിച്ച് Q2 ൽ നിന്ന് Q1 ഡയറക്ഷൻ കാണിക്കുന്ന യൂണിറ്റ് വെക്ടറാണ് r21 ക്യാപ്. പറയാൻ എളുപ്പമാണ്. 1 ൽ നിന്ന് 2 ഡയറക്ഷനെ കാണിക്കുന്ന യൂണിറ്റ് വെക്ടർ r12 ക്യാപ്. യൂണിറ്റ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് 1, ഡയറക്ഷൻ മാത്രം. എവിടുന്ന ഡയറക്ഷൻ? Q1 ൽ നിന്ന് Q2 Q2 ൽ നിന്ന് Q1 ഡയറക്ഷൻ കാണിക്കുന്ന യൂണിറ്റ് വെക്ടറാണ് r21 ക്യാപ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ വേഗം എഴുതാം ഇവർ തമ്മിലുള്ള ബന്ധം. r12ഉം r21ഉം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, രണ്ടെണ്ണം യൂണിറ്റ് വെക്ടേഴ്സ് 1 ആണ്. പക്ഷെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് മൈനസ്. r12 ക്യാപ് ഇസ് ഈക്വൽ ടു മൈനസ് r21 ക്യാപ് എന്ന് മനസ്സിൽ വെക്കാം. ഇനി ഞാൻ എഴുതുന്ന കാര്യം ശ്രദ്ധിക്കുക. കുളൂംസ് ലോ വെക്ടർ ഫോമിൽ എഴുതാം. വെക്ടർ ഫോമിൽ കുളൂംസ് ലോ എഴുതാം. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വെക്ടർ ഫോം, കുളൂംസ് ലോന്റെ വെക്ടർ ഫോം. എഫ്, നേരത്തെ എഫ് എന്ന് എഴുതിയുള്ളൂ, ഇപ്പൊ കൃത്യമായിട്ട് പറയാം. ഫോഴ്സ് ഓൺ Q1, ഫസ്റ്റ് ചാർജിന്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ആര് കാരണം ഫോഴ്സ് ഉണ്ടാവുക? Q2. അപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം F12. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 F12. ഇങ്ങനെ തന്നെ വായിക്കാം. വെക്ടർ ഈസ് ഈക്വൽ ടു, ആദ്യം മാഗ്നറ്റ്യൂഡിന്റെ പാർട്ട് എഴുതുന്നു, 1/4πε0 ഫ്രീ സ്പേസ് അല്ലെങ്കിൽ നമ്മൾ εr കൂടി ചേർക്കാൻ ഓർമ്മിക്കാം. Q1 Q2 r². ഇത്രയും കാര്യങ്ങൾ അതിന്റെ മാഗ്നറ്റ്യൂഡാണ്. ഇനി ഡയറക്ഷൻ തരാൻ ആരാണ് ഫോഴ്സ് കൊടുത്തത്? F1ന്റെ 1ന്റെ മുകളിൽ Q2 ആണ് ഫോഴ്സ് കൊടുത്തത്. അപ്പൊ ഇയാളാണ് ആ ദിശ തീരുമാനിക്കുക. r21 ക്യാപ്. ശ്രദ്ധിച്ചു, r12 ക്യാപ് അല്ല എഴുതുന്നത്, കാരണം Q2 ആണ് Q1ന്റെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തത്. ഇതിനെന്താ വായിക്കാം? ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2 ഈസ് മാഗ്നിറ്റ്യൂഡ് 1/4πε0 Q1 Q2 r². മുമ്പ് പഠിച്ച മാഗ്നിറ്റ്യൂഡിന്റെ ഭാഗം. ഡയറക്ഷൻ തീരുമാനിക്കുന്നത് Q2 ൽ നിന്നുള്ള യൂണിറ്റ് വെക്ടർ r21 ക്യാപ്. അപ്പൊ ഞാൻ F21 എഴുതുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വേഗം പറയാം. വാട്ട് ഈസ് F21? ഫോഴ്സ് ഓൺ Q2. Q2ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ്. ആര് കൊടുക്കുന്ന ഫോഴ്സ്? Q1. Q2ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ്, 1/4πε0 r Q1 Q2 r². ഇനി Q2ന്റെ മുകളിൽ ആരാ ഫോഴ്സ് കൊടുത്തത്? Q1 ആണ്. Q1 ൽ നിന്നുള്ള യൂണിറ്റ് വെക്ടർ ആരാണ്? r12 ക്യാപ്. മാറരുത്, ഇത് അങ്ങോട്ട് മാറിപ്പോകും. ഇനി ഈ r21 ക്യാപ് എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് r12 ക്യാപ്പ് ആണ്. അല്ലെങ്കിൽ r12 ക്യാപ് എന്ന് പറഞ്ഞാൽ ആരാ? മൈനസ് r21 ക്യാപ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം എഴുതാം,
ബാക്കിയൊക്കെ സെയിം ആണ്. ഇവര് തമ്മിൽ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് F12 എന്ന് പറയുന്ന ഫോഴ്സും F21 എന്ന് പറയുന്ന ഫോഴ്സും ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇവർ തമ്മിൽ ഒരു നെഗറ്റീവ് സൈനിന്റെ വ്യത്യാസം മാത്രം ഉള്ളതുകൊണ്ട് F12 ഈക്വൽ ടു മൈനസ് F21, R21 ക്യാപ്പ് ഈക്വൽ ടു മൈനസ് R12 ക്യാപ്പ് ആണ്, അല്ലെങ്കിൽ R12 ക്യാപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് R21 ക്യാപ്പ് ആയതുകൊണ്ട് F12ഉം F21ഉം ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. ന്യൂട്ടന്റെ തേർഡ് ലോ അല്ലെ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ള കാര്യം തന്നെയാണ് ന്യൂട്ടന്റെ പറഞ്ഞ അതേ നിയമത്തിലും പറഞ്ഞത്. Q1ഉം Q2ഉം രണ്ട് ചാർജുകളാണെങ്കിൽ Q1 Q2ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സിനെ ആക്ഷൻ എന്ന് വിളിച്ചാൽ തിരിച്ച് Q2 Q1ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സിനെ റിയാക്ഷൻ എന്ന് വിളിക്കാം. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ തെളിയിച്ചു വെക്ടർ ഫോമിൽ. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഇനി പിടികിട്ടണം. Q1ഉം Q2ഉം പോസിറ്റീവ് ആയാൽ റിപ്പൾഷൻ അല്ലെ, Q1ഉം Q2ഉം നെഗറ്റീവ് ആയാലും റിപ്പൾഷൻ. ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാൻ, ശ്രദ്ധിച്ചോ. Q1 Q2 പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ വാല്യൂ ഇവിടെ Q1 Q2 പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് അല്ലെ, Q1ഉം പോസിറ്റീവ് Q2ഉം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് അല്ലേ വരിക. അപ്പൊ ഇവിടെ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരും, പ്ലസ് R21 ക്യാപ്പാ വരിക. R21 ക്യാപ്പിന്റെ ദിശ എങ്ങടാ, Q2വിൽ നിന്ന് Q1ലേക്ക് അങ്ങോട്ട് തള്ളുകയാണ്. അതായത് Q2 Q1ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് F12. രണ്ടും ചാർജുകളും പോസിറ്റീവ് ആണെങ്കിൽ ഇത് പ്ലസ് ആയിട്ടാണ് ഇവിടെ വരിക. അപ്പൊ R21 ക്യാപ്പ് പ്ലസ് ആയിട്ട് കിടക്കും എന്ന് പറഞ്ഞാൽ R21 ക്യാപ്പിന്റെ അതേ ഡയറക്ഷൻ. അതായത് Q2 Q1നെ തള്ളിക്കൊണ്ടിരിക്കും, ഡയറമാർക്ക് കിടക്കും. Q2 Q1നെ തള്ളും. അപ്പൊ രണ്ടാൾക്കാരും പോസിറ്റീവ് ആകുമ്പോൾ Q2 Q1നെ തള്ളുക എന്ന് പറഞ്ഞാൽ റിപ്പൾഷൻ. ഇനി ഇവിടെ നോക്കിക്കോളൂ, Q2ന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് Q1 കാരണം Q1ഉം Q2ഉം പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വീണ്ടും പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് R12 ക്യാപ്പ് വരും. R12 ക്യാപ്പിന്റെ ഡയറക്ഷൻ എങ്ങനെയാ, Q1ൽ നിന്ന് Q2വിലേക്ക് അങ്ങോട്ട് തള്ളുക. അപ്പൊ Q1 Q2നെ അങ്ങോട്ട് തള്ളും, Q2 Q1നെ ഇങ്ങോട്ട് തള്ളും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ ദിശയിൽ തള്ളുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിപ്പൾഷൻ. അപ്പോ രണ്ട് പോസിറ്റീവ് വന്നാൽ റിപ്പൾഷൻ. ഇനി രണ്ട് നെഗറ്റീവ് വന്നാൽ നോക്കി നോക്കൂ, Q1 നെഗറ്റീവ് Q2 നെഗറ്റീവ്, നെഗറ്റീവിന്റെ നെഗറ്റീവ് വീണ്ടും പോസിറ്റീവ്. അപ്പോഴും R21 ക്യാപ്പിന്റെ അതേ ഡയറക്ഷൻ ആണ് F12 എന്ന് പറഞ്ഞാൽ Q2 Q1ന്റെ മുകളിൽ R21 ക്യാപ്പിന്റെ അതേ ദിശയിൽ, അതായത് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കും. ഇവിടെ അതേപോലെ തന്നെ രണ്ട് നെഗറ്റീവുകൾ വന്നാൽ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവായി, അപ്പൊ പ്ലസ് R12 ക്യാപ്പ് വരും. R12 ക്യാപ്പ് എന്ന് പറഞ്ഞാൽ Q1ൽ നിന്ന് Q2വിലേക്ക് അങ്ങോട്ടുള്ള തള്ളലാണ്. അതുകൊണ്ട് Q1 Q2നെ അങ്ങോട്ട് തള്ളും, Q2 Q1നെ തള്ളും. അപ്പൊ Q1ഉം Q2ഉം ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഫോഴ്സ് റിപ്പൾഷൻ ആണ്. ഇനി നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും. Q1 പോസിറ്റീവ് Q2 നെഗറ്റീവ്, എന്താ വരിക, പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. അപ്പൊ ഉത്തരത്തിൽ ഒരു നെഗറ്റീവ് R21 ക്യാപ്പ് ഉണ്ടാവുക. ഈ ഭാഗങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് R21 ക്യാപ്പ്. R21 ക്യാപ്പ് ഇങ്ങോട്ട് പുറത്തേക്കാണ്, Q2വിൽ നിന്ന് തള്ളലാണ്. അപ്പൊ മൈനസ് R21 ക്യാപ്പ് എങ്ങോട്ടായിരിക്കും, നേരെ Q2വിലേക്കായിരിക്കും. Q2വിൽ നിന്ന് Q1ലേക്കാണ് R21 ക്യാപ്പ്. ഒരു നെഗറ്റീവ് വന്നാൽ അത് നേരെ തിരിയും, അതായത് Q2വിന്റെ അടുത്തേക്ക് വരും. അപ്പൊ Q2 Q1നെ അടുത്തേക്ക് വലിക്കും എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ. ഇവിടെ അതേപോലെ തന്നെ Q1 പോസിറ്റീവ് Q2 നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് R12 ക്യാപ്പ് എന്ന് വരും. R12 ക്യാപ്പ് അങ്ങോട്ടുള്ള തള്ളലാണ്, Q1 Q2നെ അങ്ങോട്ട് തള്ളാം. പക്ഷെ മൈനസ് വന്നതോടുകൂടി R12 ക്യാപ്പ് തിരിയും, അതായത് Q1 Q2നെ അങ്ങോട്ട് തള്ളുന്നതിന് വരെ ഇങ്ങോട്ട് വായോ എന്ന് പറയും. അപ്പോ രണ്ടാൾക്കാരും ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ, അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് അട്രാക്ഷൻ ആണെന്ന് തെളിയിക്കാൻ പറ്റും. ഒരേപോലുള്ള ചാർജുകൾ ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് റിപ്പൾഷൻ ആണെന്നും തെളിയിക്കാൻ പറ്റും. അതാണ് ഈ വെക്റ്റർ ഫോമിന്റെ പ്രാധാന്യം. ഒന്നുകൂടി പറയാം, Q1ഉം Q2ഉം രണ്ട് ചാർജുകൾ സ്റ്റേഷനറി, അവർക്കിടയ്ക്കുള്ള ദൂരം R ആണ്. ഇനി Q1ൽ നിന്ന് Q2വിലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് R12 ക്യാപ്പ്, Q2വിൽ നിന്ന് Q1ലേക്കുള്ള യൂണിറ്റ് വെക്ടർ ആണ് R21 ക്യാപ്പ്. ഇവരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, കാരണം മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്. ഇനി അവർ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ നെഗറ്റീവ് ആണ്, അത്രേ ഉള്ളൂ. ഇനി Q1ന്റെ മുകളിൽ Q2 കൊടുക്കുന്ന ഫോഴ്സ്, Q1ന്റെ മുകളിൽ ആരാ ഫോഴ്സ് കൊടുത്തത്, ഈ Q2 ഉള്ളതുകൊണ്ടാണ്. ആ ഫോഴ്സ് ആണ് F12 എന്ന് എഴുതിയത്. മാഗ്നിറ്റ്യൂഡ് നമ്മൾ മുമ്പ് പഠിച്ച കൊളംബ്സ് ലോന്റെ അതേ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ Q2 ആണല്ലോ ഫോഴ്സ് കൊടുത്തത്, അപ്പൊ Q2 തീരുമാനിക്കും എങ്ങോട്ടാണ് ഇത് തള്ളണോ അട്രാക്ട് ചെയ്യണോ. അതാണ് R21 ക്യാപ്പ് എഴുതിയത്. ഇതേപോലെ Q2വിന്റെ മുകളിൽ Q1 കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് F21. മാഗ്നിറ്റ്യൂഡ് അതേ മാഗ്നിറ്റ്യൂഡ് തന്നെ, ഡയറക്ഷൻ Q1 തീരുമാനിക്കും, അതാണ് R12 ക്യാപ്പ്. അപ്പൊ അതിൽ R12 ക്യാപ്പും R21 ക്യാപ്പും ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് F12 ബാക്കി മാഗ്നിറ്റ്യൂഡ് ഒക്കെ സെയിം ആണ്, F12 മൈനസ് F21 ഈക്വൽ ആയിരിക്കും. അതായത് ഈ Q1 Q2ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ്, ഈ Q2 Q1ന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതായത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പൊ അത് മനസ്സിൽ വെക്കുക. അതുകൂടാണ്ട് അട്രാക്ഷൻ റിപ്പൾഷൻ എങ്ങനെ കിട്ടി, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആയി വരും, നെഗറ്റീവ് പോസിറ്റീവ് ആയി വരും, അപ്പോഴൊക്കെ റിപ്പൾഷൻ ആവും. നെഗറ്റീവ് ഇൻറ്റു
പോസിറ്റീവ് വരുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ ഒരു നെഗറ്റീവ് വരും. അങ്ങനെ ഫോഴ്സ് എന്താവും? അട്രാക്ഷൻ ആവും. പരീക്ഷയ്ക്ക് പ്രാവശ്യം ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചോ? Q1 into Q2 is greater than 0. Q1 into Q2 less than 0. What is the nature of force? Q1 into Q2 greater than 0. Greater than 0 എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ്. Q1 into Q2 പോസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ പോസിറ്റീവും പോസിറ്റീവും വരിക്കാലും പോസിറ്റീവ് ആവും, നെഗറ്റീവും വരിക്കാലും പോസിറ്റീവ് ആവും. അപ്പൊ ലൈക്ക് ചാർജസ് ആണെന്ന് അർത്ഥം. അപ്പൊ Q1 into Q2 greater than 0 ആണെങ്കിൽ ഫോഴ്സ് ഈസ് റിപ്പൾസീവ്. ഓർമ്മിക്കുക. Q1 into Q2 less than 0. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ആവണമെങ്കിൽ എപ്പോഴാണ് നെഗറ്റീവ് ആവുക? ഒരാൾ പോസിറ്റീവും മറ്റാൾ നെഗറ്റീവ് ആവും. അപ്പോഴാണ് ലെസ് ദാൻ 0 ആവുക. അപ്പൊ അതോടുകൂടി അൺലൈക്ക് ചാർജസ് ആവും, അട്രാക്റ്റീവ്. അപ്പൊ Q1 Q2 ലെസ് ദാൻ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് അട്രാക്റ്റീവ്. പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. Q1 into Q2 greater than 0 ആണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് റിപ്പൾസീവ്. Q1 into Q2 less than 0 ആണെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് അട്രാക്റ്റീവ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആലോചിച്ച് ഉത്തരം എഴുതേണ്ടി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പറഞ്ഞത് രണ്ട് സ്റ്റേഷനറി പോയിന്റ് ചാർജുകൾക്കിടയ്ക്ക് ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ആണ്. അതിനെ നിർവചിച്ച ശാസ്ത്രജ്ഞൻ കുളൂംബാണ്. കുളൂംസ് ലോ സ്റ്റേറ്റ് ചെയ്തു, അതിനെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു, യൂണിറ്റ് ചാർജിനെ ഡിഫൈൻ ചെയ്തു, ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ചെയ്യാനുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ പ്രോബ്ലങ്ങളും ഒക്കെ കാര്യങ്ങളായിട്ട് ചെയ്തിട്ട് വരാം. ചെറിയൊരു ടോപ്പിക് എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച്, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് നോട്ട് 2 പേജ് എഴുതിയെടുക്കാണ്ടാവും, അതൊന്ന് എഴുതിയെടുക്കുക. 1-2 പ്രോബ്ലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് അവിടെ കിടക്കുന്നുണ്ടാവും, പറ്റെങ്കിൽ അതൊന്നും ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നമുക്ക് ഇതിന്റെ തുടർച്ചയുമായി മുന്നോട്ട് പോകാം. അതുവരെ വീണ്ടും റിവിഷൻ ഒക്കെ ആയിട്ട് നമുക്ക് യാത്ര തുടരാം. ഓക്കെ, താങ്ക് യു, ബൈ. Thank you, sir. Thank you, sir. Thank you, sir.